ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടൊരു കലത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചിരയിട്ടിട്ട് എടുത്തിട്ടുണ്ട്, ഒരു 3-4 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഗോതമ്പ് പൊടി അളന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലല്ല ആക്കുന്നത്, ഞാനൊരു പാനിലാക്കാണ്. എൻ്റെ കുക്കറിൽ അങ്ങനെ ആക്കാൻ പറ്റില്ല, ഉള്ളിലൂട്ടി അടക്കുന്ന പോലത്തെ കുക്കറാണ്. അതുകൊണ്ട് അതിൽ കലത്തപ്പം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, മുറിച്ചിട്ടിട്ടല്ലേ എടുക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഞാൻ ഒരു പാന് വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കുക്കറിൽ ഇട്ടു. ഇത്ര തന്നെ വെള്ളവും ഞാൻ അളന്നിട്ട് എടുക്കട്ടെ. വെള്ളവും കൂടി അതിൽ അളന്ന് വയ്ക്കട്ടെ. ഈ ഗ്ലാസ്സിന് തന്നെ വെള്ളം. ഒരു ഗ്ലാസ് വെള്ളം അളന്ന് വയ്ക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഇളക്കണം. സ്പൂണെടുത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഗോതമ്പ് പൊടി കട്ടയാകുന്നതിന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുത്തിട്ട് വരാൻ പറ്റും. ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ട് വരുന്നേ. അപ്പോൾ ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നു, കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ടായി. ആ ജീരകവും കൂടി ഞാൻ ഇതിൽ ഇട്ടിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലം എടുത്തിട്ടുണ്ട്, 2 അണി വെല്ലമാണ് എടുത്തിട്ടുള്ളത്. ആ വെല്ലത്തിനെ ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി എടുത്തിട്ട് അരച്ചത് ഇതാ മിക്സിയിൽ നിന്ന് ബൗളിലേക്ക് മാറ്റി. ഇനി ആ വെല്ലം ഉരുക്കിയത് ചൂടോടുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെല്ലം ഇതാ ഇവിടെ ഉരുക്കി, 2 അണി വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ സവാള മുറിച്ചിട്ട് പറയാൻ മറന്നു ഇനി ഗൈസ്, കലത്തപ്പത്തിന് സവാള ഇല്ലല്ലേ, അപ്പോൾ അത് ഞാൻ ഉള്ളി മുറിച്ചിട്ടിന്. അപ്പോൾ ഇതാ ചൂടോടെ തന്നെ ഞാൻ ഈ വെല്ലം ഉരുക്കിയത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ ആയിപ്പോകും. അപ്പോൾ ഇതാ, അപ്പോൾ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം ഇളക്കി ചേർത്തു. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട്, ഞാൻ പാനിൻ്റെ അകത്താണ് ആക്കുന്ന, കുക്കറിലല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കുക്കർ ആക്കി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വെക്കട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ആക്കട്ടെ. കുറച്ച് നെയ്യാക്കി എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നെയ്യിൻ്റെ കൂടെ തന്നെ. എന്നിട്ട് തേങ്ങയും ഇതെല്ലാം നമുക്ക് ഇന്ന് വറുത്തെടുക്കണം.
അപ്പോൾ ഇത് കാഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതായി കഴിഞ്ഞാൽ ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചെടുത്ത് കോരി മാറ്റുക. കൂട്ടൊഴിച്ചതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് തേങ്ങാക്കൊത്തും ഈ ഉള്ളി വഴറ്റി വെച്ചും കൂടി ഇട്ട് കൊടുക്കാം. വേഗം ചായ തിളക്കുന്ന നേരം കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു കടിയാണിത്. ഇപ്പോൾ തേങ്ങാക്കൊത്ത് റെഡിയായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് എടുത്തിട്ട് മാറ്റട്ടെ. ഇനി സവാള ഇട്ട് കൊടുക്കട്ടെ. ചെറിയുള്ളില്ല, ഞാൻ സവാളയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തിനെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് തോന്നി വരുമ്പോൾ നമുക്ക് കുറച്ച് വാങ്ങിയിട്ട് കുറച്ച് അടുത്തുണ്ടാക്കാം. എന്നിട്ട് അതിലേക്കാണല്ലോ നമ്മൾ കൂട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. സവാളയും ചോറും അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റാം. ബാക്കി അതിൽ തന്നെ വെക്കാം നമുക്ക്. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇതിനകത്ത് ബാക്കിയുള്ള നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ മേലെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാം ഇത് വേറി കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ആക്കി. ഇനി ഞാനിത് ഇതിൽ അടച്ചു വെക്കട്ടെ. അപ്പോൾ ഇത് ഒന്നാവട്ടെ. ആയതിൻ്റെ ശേഷം കാണാം. ഇപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ കലത്തപ്പായ ഒന്ന് നോക്കാം. വാവ്, നല്ല അടിപൊളിയായിട്ട് കലത്തപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കലത്തപ്പാണ്. സൂപ്പറായിട്ട് വെന്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ഇന്ന് ഇളകി ഇളകി വരുന്നുണ്ട്. കണ്ടാ ഇളകി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്കൊന്ന് തീ ഓഫാക്കാം അല്ലേ. അപ്പോൾ എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്തിട്ടിട്ട് നോക്കാം. കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ പറ്റിയിട്ടുണ്ട്. എല്ലാം നല്ല വിട്ട് 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 വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ മാത്രമല്ല, ഇങ്ങനെ നമുക്ക് പാനിലും എല്ലാം കലത്തപ്പം ചുട്ടെടുക്കാം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ചീനച്ചട്ടിയിലാക്കാം, പാനിലാക്കാം, എല്ലാത്തിലും ആക്കാം. അപ്പം ഞാനിത് പ്ലേറ്റ് അപ്പോൾ ഇതാ ഗൈസ് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ട് ഗോതമ്പത്തിൻ്റെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. ഇനി നമുക്ക് തണിഞ്ഞ് കഴിഞ്ഞാൽ പീസാക്കിയിട്ട് കഴിക്കാം. ഓക്കേ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.